പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വീട്ടിൽ അതിക്രമിച്ച് കടന്നതിന് 10 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചു. കൊലപാതക കുറ്റത്തിനാണ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് 10 വർഷം തടവും അനുഭവിക്കണം. ഇതിനൊപ്പം 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു. 302, 449 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. 2022 ഒക്ടോബർ 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ദാരുണമായ സംഭവം നടന്നത്. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന വിനോദിന്റെയും ബിന്ദുവിന്റെയും മകളാണ് വിഷ്ണുപ്രിയ. കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് വിഷ്ണുപ്രിയയെ കണ്ടത്. ഇരു കൈകൾക്കും വെട്ടേൽക്കുകയും ചെയ്തിരുന്നു. ദേഹത്തെ 29 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. പാനൂർ ന്യൂക്ലിയസ് ക്ലിനിക്കിൽ ഫാർമസിസ്റ്റായിരുന്നു വിഷ്ണുപ്രിയ. കൊലപാതകം നടക്കുന്നതിന്റെ 6 ദിവസം മുൻപ് വിഷ്ണുപ്രിയയുടെ അച്ഛമ്മ മരിച്ചതിനാൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നില്ല. തൊട്ടടുത്ത് തന്നെയായിരുന്നു അച്ഛമ്മയുടെ വീട്. ബന്ധുക്കളൊക്കെ അവിടെയായിരുന്നു. മരണവീട്ടിൽ നിന്ന് ബന്ധുവായ യുവതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നിലവിളി കേട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു. പ്രതി ശ്യാംജിത്ത് വീട്ടിലെത്തിയതും കൊലപാതകം നടത്തിയതും ആരും അറിഞ്ഞില്ല. സംഭവ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതി മാനന്തേരിയിലെ സ്വന്തം വീട്ടിലെത്തി. ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി പോലീസ് പിന്തുടർന്നെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ്, വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ്, ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണിത്. ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ 10 വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള 10 വർഷവും 2 ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ 25,000 രൂപ പിഴ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിഴ അടച്ചില്ല എങ്കിൽ 302 വകുപ്പ് പ്രകാരം അടക്കേണ്ടുന്ന 2 ലക്ഷം രൂപ അടച്ചില്ല എങ്കിൽ അദ്ദേഹം 6 മാസം കൂടി ജയിലിൽ കിടക്കണം. അതുപോലെ തന്നെ 10 വർഷം തടവിന് കൂടെയുള്ള 25,000 രൂപ പിഴ അടച്ചില്ലെങ്കിൽ 1 മാസം കൂടെ അദ്ദേഹം തടവിൽ കിടക്കണം. പോലീസിൻ്റെ അന്വേഷണം ഞാൻ പറയുന്നു, കേരള പോലീസ് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല തെളിവാണ്. പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കേസിൽ 12 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചു. 35 ദിവസത്തിൽ 90 ദിവസം ഉണ്ടായിട്ട് പോലും 35 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തു. ഈ കാലയളവിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. ആ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ മികവാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ സാക്ഷികളില്ലാത്ത ഒരു ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ, വളരെ ഉചിതമായ ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് ഉതകുന്ന നിലയിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. പൂർണ്ണമായും ഒരു വ്യക്തിയുടെ ഒരു മൗലിക അവകാശത്തിന് മുകളിലേക്ക് നടത്തിയ ഒരു ധ്വംസനം തന്നെയായിരുന്നു ഈ കൊലപാതകം. അപ്പോൾ അതിനെതിരായുള്ള ഒരു ശക്തമായൊരു വിധി തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കുടുംബവും പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. പൂർണ്ണ തൃപ്തർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വധശിക്ഷയ്ക്ക് വേണ്ടി സ്വാഭാവികമായി പ്രോസിക്യൂഷൻ ബാധിക്കുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. അപ്പീൽ അതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. നിലവിലിപ്പോൾ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചൊക്കെ അച്ഛൻ, അമ്മ അവരൊക്കെ ഈ വിധിയിൽ സംതൃപ്തരാണ്. അതിൽ കൂടുതലായി ഇനിയൊന്നും